എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സൂപ്പർമാൻ ലെഗസി, അതായത് നമ്മുടെ പുതിയ സൂപ്പർമാൻ്റെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. ആക്ച്വലി ഇത് ആ മൊത്തം ട്രെയിലറിൻ്റെ ഇഞ്ച് ടു ഇഞ്ചായിട്ട് ഞാൻ ബ്രേക്ക് ഡൗൺ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകാൻ വേണ്ടി പോകുന്നത്. ഈ ട്രെയിലറിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നമ്മുടെ സൂപ്പർമാൻ തന്നെ രക്തത്തിൽ കുളിച്ചിറക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് സൂപ്പർമാനെ തന്നെ അടിച്ച് ചോര തുപ്പിക്കുന്ന പോലെ ആരോ കിടത്തിയിരിക്കുകയാണ്, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനും ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണല്ലോ സൂപ്പർമാൻ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ തന്നെ സൂപ്പർമാൻ ഒന്ന് വിസിലടിച്ചതും നമ്മുടെ ക്രിപ്റ്റോ വരുന്ന പോലെ ക്രിപ്റ്റോയുടെ അടുത്ത് പുള്ളി ഹോമിലേക്ക് പുള്ളിനെ കൊണ്ടുപോകുന്നും പറയുന്നുണ്ട്. ആക്ച്വലി പുള്ളി അവിടെ ഹോം എന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ സ്മോൾ വില്ല, പുള്ളിയുടെ വീടായിരിക്കില്ല, ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ആയിരിക്കും. കാരണം ക്രിപ്റ്റോനെ വീട്ടിലിട്ട് വളർത്താൻ പറ്റില്ലല്ലോ. ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലാണ് മെയിനായിട്ട് നമ്മുടെ ക്രിപ്റ്റോ ഉണ്ടാവാറ്. സോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഏതാണ്ട് ആ ആർട്ടിക് ഭാഗത്ത് തന്നെയാണ് പുള്ളിയുടെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ഉള്ളത്. ആ ഭാഗത്താണ് പുള്ളി അടികൊണ്ട് വീഴുന്നത്. സോ അങ്ങോട്ടാവാൻ തന്നെയാണ് ചാൻസ്. പിന്നെ ജെയിംസ് ഗണ്ണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഹോഗുകൾ, മിസ്റ്റർ ടെറഫിക്, ഗ്രീൻ ലാൻഡൻ, അങ്ങനെ ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവരൊന്നും ക്യാമിയോ റോളല്ല, ഇവരൊക്കെ സൂപ്പർമാൻ്റെ പടത്തിൽ സപ്പോർട്ടീവ് റോളാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം DC ഇറക്കിയ പടങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ സൂപ്പർമാൻ്റെ പടം ഇറങ്ങുവാണെങ്കിൽ അതിൽ സൂപ്പർമാൻ മാത്രം ഉണ്ടാവും, ബാറ്റ്മാൻ്റെ ഒരു പടമാണെങ്കിൽ ബാറ്റ്മാൻ മാത്രം ഉണ്ടാവും. ഇതങ്ങനെയല്ല, വേറെ ഒരുപാട് സപ്പോർട്ടീവ് റോൾസ് ഉണ്ടാവും. ആക്ച്വലി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ സംഭവം, അത് ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ പടമാണ് എന്ന് വിചാരിച്ചാൽ അത് ക്യാപ്റ്റൻ അമേരിക്ക മാത്രമല്ലല്ലോ, ഓൾമോസ്റ്റ് എല്ലാ അവഞ്ചേഴ്സും അതിൽ ഇൻവോൾവ് ആണ്. അവരൊന്നും ക്യാമിയോസ് അല്ല, ഒരു മേജർ റോൾ തന്നെയാണ് അതിൽ ചെയ്യുന്നത്. സോ ആ ഒരു രീതിക്കായിരിക്കും, അതായത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും അവരെ മെയിനായിട്ട് കൊണ്ടുപോകാതെ അവരൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സൂപ്പർമാനായിട്ട് ലിങ്ക്ഡ് ആയിട്ടായിരിക്കും ഈ പടം പോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഓൾറെഡി നമ്മുടെ ജെയിംസ് ഗണ്ണ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, അതായത് ഇത് നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി ആയിരിക്കില്ല. അതായത് സൂപ്പർമാൻ്റെ ഒറിജിനൊക്കെ ഏത് പട്ടിക്കുഞ്ഞിന് വേണോ അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള, ഓൾറെഡി സൂപ്പർമാൻ ഉള്ള ഒരു വേൾഡിലെ കഥയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ സൂപ്പർമാൻ തന്നെ ഒരു വലിയ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഈ മോൺസ്റ്റർ എവിടുന്ന് വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ മൾട്ടിവേഴ്സ് ഓപ്പൺ ആയെന്നും വരാം. കാരണം റീസെൻ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഗോഡ്സില്ല വേഴ്സസ് നമ്മുടെ ഗോഡ്സിലയും ജസ്റ്റിസ് ലീഗും ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു കോമിക് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കംപ്ലീറ്റ് ആക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ അടുത്ത ഇഷ്യൂസ് ഇറങ്ങാത്തതുകൊണ്ടാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. സോ മിക്കവാറും ആ വലിയ കൈജുവിൻ്റെ അടി കൊണ്ടിട്ടായിരിക്കണം ആ ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ സൂപ്പർമാൻ അങ്ങനെ ചോര തുപ്പി കിടക്കുന്നത്. കാരണം ഇതേപോലെ തന്നെ ഈ മോൺസ്റ്റേഴ്സായിട്ടുള്ള കോമിക്കിൻ്റെ ഫൈറ്റിൽ നമ്മുടെ അറ്റോമിക് ബ്ലാസ്റ്റ്, അതായത് ഗോഡ്സിലായിട്ടാണ് സൂപ്പർമാൻ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗോഡ്സിലേൻ്റെ അറ്റോമിക് ബ്ലാസ്റ്റ് കാരണം നമ്മുടെ സൂപ്പർമാൻ തന്നെ കിളി പോയി ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ പുള്ളിനെ ക്രയോ സ്ലീവിൽ വെച്ചിട്ടുണ്ടാവും, പുള്ളി ഹീലാവാൻ വേണ്ടിയിട്ട് ബാറ്റ്മാൻ. സോ അതേപോലെ എന്തെങ്കിലും ഒരു സീനായിരിക്കും ഇവിടെയും കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അത്രയും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർമാൻ ഒരു കൈജുവിനെ നേരിടാൻ പറ്റില്ല എന്നല്ലേ? ആക്ച്വലി ഇതിൽ നമ്മുടെ സൂപ്പർമാൻ്റെ പവേഴ്സൊക്കെ കുറച്ച് കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. സൂപ്പർമാൻ ഓവർലി ഓവർപവർഡാണെന്ന് നമുക്കറിയാം. സോ അത് തന്നെയാണ് ഈ മെയിൻ റീസൺ, അതായത് സൂപ്പർമാനെ പറ്റി പടങ്ങൾ വരാത്തതിൻ്റെ മെയിൻ റീസണും. അതായത് നിങ്ങൾ ആനിമേറ്റഡ് ഷോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൽ സൂപ്പർമാൻ ഈസി ആയിട്ട് ചില വില്ലൻസിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് അടികൊള്ളുന്ന പോലെ, അതിൽ സൂപ്പർമാൻ്റെ പവേഴ്സ് കുറച്ചുള്ളത് പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതുപോലെ ആയിരിക്കും ഈ പടത്തിലും കാണിക്കാൻ വേണ്ടി പോകുന്നത്. മാൻ ഓഫ് സ്റ്റീലിൽ പുള്ളി ഓവർ പവർഫുൾ ആയിട്ടുള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുണ്ടാവും തോന്നുന്നില്ല. ഇതിൽ മെയിനായിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്, അതായത് ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സൂപ്പർമാനെ തന്നെ അടിച്ചു തൂക്കി ഒരുത്തം കൊണ്ടുപോകുന്ന പോലെ കണ്ടിട്ടുണ്ടാവും. അത് ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റിൽസൊക്കെ ഇറങ്ങിയപ്പോൾ അതിൽ യു പോലെ ചെസ്റ്റിലുള്ള ഒരു ക്യാരക്ടറിനെ പോലെ കാണിച്ചിട്ടുണ്ടാവും. അത് അൾട്രാമാൻ ആണെന്നും ചില റൂമേഴ്സ് ഉണ്ട്. ഈ അൾട്രാമാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് 3ലുള്ള നമ്മുടെ സൂപ്പർമാൻ്റെ തന്നെ ഒരു ഈവിൾ വെർഷനാണ്, അതായത് സൂപ്പർമാൻ്റെ തന്നെ ഈവിൾ വെർഷൻ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറിനും പറക്കാനും സൂപ്പർമാനെ തന്നെ പഞ്ച് ചെയ്യാനും തള്ളി കൊണ്ടുപോകാൻ മാത്രമുള്ള പവർഫുള്ളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സൂപ്പർമാൻ്റെ ഈവിൾ വെർഷൻ ആയിക്കൂടുന്നില്ലല്ലോ. പിന്നെ ഓൾറെഡി നമ്മുടെ സൂപ്പർമാനും ലോയിസ് ലെയിനും അവർ റൊമാൻസ് ഉണ്ട്. അത് പക്ഷേ ഈ പടത്തിൽ അതിൻ്റെ ഒരു റൊമാൻസിൻ്റെ കാര്യങ്ങളൊന്നും മെയിനായിട്ട് ടച്ച് ചെയ്യില്ല. കാരണം ഓൾറെഡി സൂപ്പർമാൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പുള്ളിയുടെ റൊമാൻസൊക്കെ ഓൾറെഡി ഉള്ളതുപോലെ ആയിരിക്കും. ഇതൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കഥ പറയുന്ന പോലെ ഇടാൻ പോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിലുള്ള വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ ലെക്സ് ലൂതർ. ഓഫ്കോഴ്സ് നമ്മുടെ സൂപ്പർമാനെ ഇഷ്ടമല്ലാത്ത, സൂപ്പർമാൻ എന്നുള്ള പേര് കേട്ടാലേ വെറുക്കുന്ന വിധത്തിലാണ്. അതായത് പുള്ളിക്ക് ഇഷ്ടമല്ല, അതായത് മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു ഏലിയൻ വന്നുള്ളത് പുള്ളിക്ക് ഇഷ്ടമല്ല. അതാണ് പുള്ളിയുടെ മെയിൻ റീസൺ വില്ലനാവാൻ വേണ്ടിയിട്ട് സൂപ്പർമാൻ്റെ. പിന്നെ ഇതിൽ നമ്മുടെ സൂപ്പർമാൻ തന്നെ ഒരു ഗ്ലാസ് ഇടിച്ച് തകർത്ത് ഒരു കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന പോലെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് മെറ്റാ ഹ്യൂമൻസിനെയൊക്കെ അടച്ചു വെക്കുന്ന ഒരു പ്രശ്നമായിരിക്കുമെന്നും വരാം. കാരണം ഒരു ഷോട്ടിൽ നമ്മുടെ ജനങ്ങളൊക്കെ സൂപ്പർമാനെ തന്നെ എതിരായിട്ട് നിൽക്കുന്ന പോലെ ഒരു സീൻ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പറയാൻ പറ്റുന്ന വരില്ല, കാരണം ആ ലോകത്ത് സൂപ്പർമാനെ എല്ലാവരും ദൈവം പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ദൈവത്തെ പോലെ സൂപ്പർമാൻ വരുന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ചെക്കൻ സൂപ്പർമാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഈ കൈജുമായിട്ടുള്ള ഫൈറ്റിൽ ചിലപ്പോൾ സൂപ്പർമാൻ തോറ്റിട്ടുണ്ടാവും. അങ്ങനെ ജനങ്ങളുടെ പ്രതീക്ഷ തെറ്റിത്തുകൊണ്ട് സൂപ്പർമാനെ എതിരായിട്ട് പുള്ളി അത്ര വെറുതെന്നല്ല എന്നുള്ള രീതിക്ക് ജനങ്ങൾ തിരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് സൂപ്പർമാൻ ഈ ആ കൈജുമായിട്ടുള്ള ഫൈറ്റിൽ ഒരുപാട് ഡിസാസ്റ്ററൊക്കെ ഉണ്ടായതുകൊണ്ട്
ചിലപ്പോൾ പുള്ളിനെ ജയിലിൽ പിടിച്ച് വെച്ചിട്ടുണ്ടാവും, നമ്മുടെ മാൻ ഓഫ് സ്റ്റീൽ കണ്ട പോലെ തന്നെ. അപ്പോൾ ഇനിയും കൂടുതൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കിതിൻ്റെ പാർട്ട് 2 ബ്രേക്ക് ഡൗണിൽ നോക്കാം.